ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു അദ്ദേഹം ധാരാളമായി കൊണ്ട് മനഃപ്പാഠമാക്കുമായിരുന്നു. ഏതൊരറിവും മുൻപിൽ കിട്ടിയാലും വളരെ പെട്ടെന്ന് മനഃപ്പാഠമാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം തൻ്റെ ഗുരുവായിട്ടുള്ള വക്കീഅ എന്നവരോട് പറയുന്നുണ്ട്, എനിക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മറന്നു പോകുന്നു, തീരെ മനഃപ്പാഠമാക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ എന്ന് അദ്ദേഹം പരാതി പറയണം. അപ്പോൾ അദ്ദേഹത്തോട് തൻ്റെ ഗുരു, തൻ്റെ അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്ന മറുപടി, നീ നിൻ്റെ പാപങ്ങളെ കുറക്കുക, തിന്മകളെ കുറക്കുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, ഇമാം ഷാഫിഈ റഹിമഹുല്ല കുറേ പാപങ്ങളൊക്കെ ചെയ്ത് നിരന്തരം തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന വ്യക്തിയൊന്നുമല്ല. തിന്മകളിൽ നിന്ന് പരമാവധി വിട്ടു നിന്ന് നന്മയിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തോട് പോലും തെറ്റുകൾ കുറക്കാനാണ് പറയുന്നത്. ഇതെന്താണെന്ന് അപ്പോൾ പലപ്പോഴും നമ്മളൊക്കെ പരാതി പറയാറുണ്ട്, പഠിച്ചിട്ടൊന്നും മൈൻഡിൽ നിൽക്കുന്നില്ല, ധാരാളം വായിക്കുന്നുണ്ട് പക്ഷേ പഠിക്കാൻ കഴിയുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഒന്നിലേക്കും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ തിന്മകൾ ആരും കാണുന്നില്ല എന്ന് കരുതി നമ്മൾ സ്വയം ചെയ്യുന്ന ചില പാപങ്ങൾ, ചില തെറ്റുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മൊബൈൽ ഫോണിൽ ആരും അറിയാതെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും എല്ലാം ധാരാളമായി കൊണ്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പരമാവധി തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മൾ തയ്യാറാവുക.